നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇവിടെ വരെയാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. പിന്നെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാവും, സോഴ്സ് അഡ്രസ്സ് ഉണ്ടാവും, രണ്ടും മാക് അഡ്രസ്സാണ്. പിന്നെ ഉള്ളത് ലെങ്ത് ഓഫ് ടൈപ്പാണ്. അത് ലെങ്ത് ഓർ ടൈപ്പാണ്. അതായത് പണ്ട് കാലത്ത് അത് ടൈപ്പ് ആയിരുന്നു. ഇതിൻ്റെ മേളിലേക്കുള്ള പ്രോട്ടോക്കോൾ ഏത് ടൈപ്പ് യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. മേളിലോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ മേളിലോട്ടുള്ള ലെയറുകൾ ഏതൊക്കെ യൂസ് ചെയ്യുമെന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല. അതിന് പകരം ഇതിൻ്റെ ഈ ഡാറ്റ, അതായത് ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മേളിലുള്ള നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ്. നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയിലാണ് മാക് ഈ ഹെഡറൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ചെയ്യും. പിന്നെ CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, എറർ കറക്ഷനും ഡിറ്റക്ഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ പഠിക്കുന്നവർക്ക്? അപ്പോൾ IEEE 802 അതിൽ പ്രിയാമ്പിൾ ഉണ്ടാവും, ഡീലിമിറ്റർ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാവും, സോഴ്സ് അഡ്രസ്സ് ഉണ്ടാവും, ലെങ്ത് ഉണ്ടാവും. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ലെങ്തിന് ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. മിനിമം ലെങ്തും മാക്സിമം ലെങ്തും ഉണ്ട്. മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 64 ബൈറ്റും മാക്സിമം എന്ന് പറയുന്നത് 1518 ബൈറ്റുമാണ്. ഇതിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിന് 6 ബൈറ്റ് എടുക്കും, സോഴ്സ് അഡ്രസ്സിന് 6 ബൈറ്റ് എടുക്കും, ലെങ്തിന് 2 ബൈറ്റ് എടുക്കും. അപ്പോൾ 6 6 12 13 14 14, പിന്നെ ഇവിടെ ഒരു 4 ബൈറ്റ് ഉണ്ട്, 18 ബൈറ്റായി. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യത്തെ ഡീലിമിറ്ററും സ്റ്റാർട്ട് ഫ്രെയിം ഡീലിമിറ്ററും പ്രിയാമ്പിളും ഫിസിക്കൽ ലെയറാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാക് ലെയറിൻ്റെ ഫ്രെയിമിൽ അത് കാണിക്കാത്തത്. അപ്പോൾ അത് കൂടാതെ ആക്ച്വൽ ഡാറ്റ കൂടാതെ ഒരു 18 ബൈറ്റ് നമ്മുടെ മാക് ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 18 ബൈറ്റും ഡാറ്റയും കൂടെ കൂടി മിനിമം 64 ബിറ്റെങ്കിലും വേണം. 18ഉം നമ്മുടെ ഡാറ്റയും കൂടെ കൂടി മാക്സിമം 1518 ബൈറ്റേ പാടുള്ളൂ താനും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇതിന് അപ്പറും ലോവറും ലിമിറ്റ് വരുന്നതെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അതാണ് ഇത്രയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇത്രയും പറഞ്ഞതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ഈ സൈസ് ലിമിറ്റേഷൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളതാണ് പറയുന്നത്. മാക്സിമം ലെങ്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ CSMA CD എന്ന് പറയുന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ലാനിൽ CSMA CD ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ കൊളിഷൻ ഡിറ്റക്ഷൻ നടത്തിയിട്ട്, CD എന്ന് പറയുന്നത് കൊളിഷൻ ഡിറ്റക്ഷനാണ്. അപ്പം അതിൽ ആ ടെക്നോളജി വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഈ 64 ബൈറ്റെങ്കിലും വേണം. അതുകൊണ്ടാണ് മിനിമം ലെങ്ത് ഉള്ളത്. അതെന്തുകൊണ്ടാണ് മിനിമം 64 ബൈറ്റ് വേണ്ടിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. CSMA CD എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ലെയറിൽ ട്രാൻസ്മിഷൻ നടക്കുന്ന ഒരു ടെക്നോളജി. ആ ടെക്നോളജി വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം 64 ബൈറ്റെങ്കിലും ഒരു ഫ്രെയിമിന് ലെങ്ത് ഉണ്ടായിരിക്കണം. എന്നാലേ ഉള്ളായിരിക്കും അതിൻ്റെ ചിലപ്പം കൊളിഷൻ, ഒരെണ്ണം ട്രാൻസ്ഫർ ചെയ്തിട്ട് അടുത്തത് കൊളിഷൻ ഉണ്ടോ ഇല്ലയോ നോക്കണമെങ്കിലൊക്കെ അത്രയും വേണ്ടി വരും. അതാണ് മിനിമം ഇതിൻ്റെ കാര്യം. ദ ഈതർനെറ്റ് ഫ്രെയിം നീഡ്സ് എ മിനിമം ലെങ്ത് ഓഫ് 512 ബിറ്റ്സ് ഓർ 64 ബൈറ്റ്. 64 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 512 ബിറ്റാണ്. 64 × 8 ആണ്. അപ്പോൾ 512 ബിറ്റ് ഉണ്ടാവും, അല്ലെ 64 ബൈറ്റ് ഉണ്ടാവും. പാർട്ട് ഓഫ് ദിസ് ലെങ്ത് ഈസ് ഹെഡർ ആൻഡ് ദ ട്രെയിലർ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം സോഴ്സ് അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, ലെങ്ത് എന്നൊക്കെ പറയുന്നത് ഹെഡറാണ്. പിന്നെ അത് കഴിഞ്ഞുള്ള സൈക്ലിക് റിഡൻഡൻസി ചെക്ക് CRC എന്ന് പറയുന്നത് ട്രെയിലറാണ്. അപ്പോൾ അത് രണ്ടും ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടി, അതായത് ഹെഡറും ട്രെയിലറും കൂടെ കൂട്ടി 18 ബൈറ്റ് ഉണ്ടാവും. അപ്പോൾ 6 ബൈറ്റ് സോഴ്സ് അഡ്രസ്സ് ഉണ്ടാവും, 6 ബൈറ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാവും, 2 ബൈറ്റ് ലെങ്ത് ഉണ്ടാവും, 4 ബൈറ്റ് CRC ഉണ്ടാവും. എല്ലാം കൂടെ കൂടി 18 ബൈറ്റ് ഉണ്ടാവും. അത് കൂടാതെ അപ്പം 64 നിന്ന് 18 പോയാൽ മിനിമം ഡാറ്റയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 46 ബൈറ്റെങ്കിലും വേണം. എന്നാലേ ഉള്ളൂ നമുക്കൊരു ഫ്രെയിമായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 46 ബൈറ്റ് ഇല്ലാത്ത ഒരു ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 46 ബൈറ്റ് ഇല്ല, നിങ്ങൾ വെറുതെ വാട്സാപ്പിൽ ഹായ് എന്ന് മാത്രം ഒരാൾക്ക് അയക്കുകയാണ്. ഹായ് എന്ന് മാത്രം അയക്കണമെങ്കിൽ അതിനകത്ത് 2 ബൈറ്റ് മാത്രം മതി അല്ലേ? അങ്ങനെ 2 ബൈറ്റ് മാത്രമുള്ള ഒരു ഡാറ്റ H 1 ബൈറ്റിൽ സ്റ്റോർ ചെയ്യും, I 1 ബൈറ്റിൽ സ്റ്റോർ ചെയ്യും. അതാണ് ഹായ് എന്ന് അയക്കണമെങ്കിൽ 2 ബൈറ്റ് ഡാറ്റയേ ഉള്ളൂ എന്ന് ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ അയക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലെങ്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ 46 ബൈറ്റെങ്കിലും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ഇവന്മാർ വെറുതെ പാഡിങ് വാല്യൂസ് ഇട്ടു. ദ അപ്പർ ലെയർ പാക്കറ്റ് ഈസ് ലെസ് ദാൻ 46 ബൈറ്റ്സ്. അതായത് മേളിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ 46 ബൈറ്റിൽ കുറവാണെങ്കിൽ പാഡിങ് ഈസ് ആഡഡ് ടു മേക്ക് ദി ഡിഫറൻസ്. പാഡിങ് എന്ന് പറഞ്ഞാൽ വെറുതെ 1 അല്ലെങ്കിൽ 0 അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് വിടും. കണ്ടിന്യൂസ് ആയിട്ട് 1 0. അപ്പം 2 ബൈറ്റേ ഉള്ളെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ 2 ബൈറ്റ് ഡാറ്റയെ ഉള്ളെങ്കിൽ നമുക്ക് 46 ബൈറ്റ് വേണം. ബാക്കി 42 ബൈറ്റും അതിനകത്ത് 1 അല്ലെങ്കിൽ 0 വെറുതെ സെൻഡ് ചെയ്ത് വിടും, ആ സൈസ് എത്തിക്കാൻ വേണ്ടിയിട്ട്.
The standard defines a maximum length of the frame വിത്തൗട്ട് പ്രിയാമ്പിൾ ആൻഡ് SFD. മുമ്പത്തെ കേസിൽ മിനിമവും അതാണ്, വിത്തൗട്ട് പ്രിയാമ്പിൾ ആൻഡ് SFD ആണ്. കാരണം അത് ഫിസിക്കൽ ലെയർ ആണ് ആഡ് ചെയ്യുന്നത്, മാക് ലെയർ അത് ആഡ് ചെയ്യുന്നില്ല. മാക്സിമം സൈസ് എന്ന് പറയുന്നത് മിനിമം 64 ബൈറ്റാന്ന് പറഞ്ഞു. മാക്സിമം സൈസ് എന്ന് പറയുന്നത് 1518 ബൈറ്റാണ്. ഈ 1518 നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഹെഡറിനെല്ലാം കൂടെ 18 ബൈറ്റ് ഉണ്ടാവും. അപ്പോൾ 1518 നിന്ന് 18 പോയാൽ 1500 ബൈറ്റ് ഡാറ്റയെ മാക്സിമം സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അതിൽ കൂടുതൽ വിട്ടുള്ള ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ കൂടുതൽ വിട്ടുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി സെൻഡ് ചെയ്യും. ഇഫ് യു സബ്ട്രാക്ട് 18 ബൈറ്റ്സ് ഓഫ് ഹെഡർ ആൻഡ് ട്രെയിലർ, ദ മാക്സിമം ലെങ്ത് ഓഫ് ദ പേലോഡ് വിൽ ബി, പേലോഡ് എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, വിൽ ബി 1500 ബൈറ്റ്സ്. ദ മാക്സിമം ലെങ്ത് റെസ്ട്രിക്ഷൻ ഹാസ് 2 ഹിസ്റ്റോറിക്കൽ റീസൺസ്. അതായത് മാക്സിമം ലെങ്തിന് ഇങ്ങനെ ലിമിറ്റേഷൻ, മിനിമം ലെങ്തിൻ്റെ ലിമിറ്റേഷൻ വെച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു, CSMA CD വർക്ക് ചെയ്യണമെങ്കിൽ അത് വേണം. മാക്സിമം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് ഫസ്റ്റ് മെമ്മറി വാസ് വെരി എക്സ്പെൻസീവ് വെൻ ഈതർനെറ്റ് വാസ് ഡിസൈൻഡ്. ഈതർനെറ്റ് ഡിസൈൻ ചെയ്ത സമയത്ത് മെമ്മറി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. നമുക്ക് ഹാർഡ്വെയർ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പണ്ട് കാലത്തൊക്കെ ഹാർഡ് ഡിസ്കിനൊക്കെ വില കൂടുതലായിരുന്നു. ഇപ്പോൾ ഹാർഡ് ഡിസ്കിനൊക്കെ വില കൂടുതലായി. അതുകൊണ്ടാണ് ടെറാബൈറ്റ്സിലും ഗീഗാബൈറ്റ്സിലും ഒക്കെ സ്റ്റോറേജ് ഉള്ള സാധനം കിട്ടുന്നത്. അപ്പോൾ അന്ന് മെമ്മറിക്ക് അത്യാവശ്യം വിലയുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ലെങ്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ ബഫർ. അപ്പോൾ നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുവാണെങ്കിൽ അതിപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ ഡാറ്റ ലിങ്ക് ലെയറിൽ അത് കുറച്ച് നേരം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മെമ്മറി വേണം. ഡാറ്റ ലിങ്ക് ലെയറിൻ്റേതായിട്ട് ഒരു മെമ്മറി വേണം. അപ്പോൾ ആ മെമ്മറി എന്ന് പറയുന്നത് 1500 ബൈറ്റൊക്കെ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഈ ഡാറ്റ ലിങ്ക് ലെയർ ഡിസൈൻ ചെയ്യുന്ന ഹാർഡ്വെയർ ഭയങ്കര എക്സ്പെൻസീവ് ആവും. അതുകൊണ്ടാണ് അവർ മാക്സിമം അതിൻ്റെ ബഫർ സൈസ് മാക്സിമം 1500 ബൈറ്റ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ബഫർ സൈസ് അതാക്കി 1500 കൂടിയത് അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് അതിന് കാരണമൊന്നുമില്ല. അതിൽ കൂടുതൽ മെമ്മറി വെക്കണമെങ്കിൽ എക്സ്പെൻസ് കൂടുതലാവും. അതുകൊണ്ട് അവരൊരു ലിമിറ്റേഷൻ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സെക്കൻഡ് എന്ന് പറയുന്നത്, അതാണ് ആദ്യത്തെ റീസൺ മാക്സിമം ലെങ്തിനുള്ള. മാക്സിമം ലെങ്ത് വെക്കാനുള്ള രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, മാക്സിമം ലെങ്ത് റെസ്ട്രിക്ഷൻസ് പ്രിവെൻറ്റ് വൺ സ്റ്റേഷൻ ഫ്രം മോണോപ്പൊളൈസിങ് ദ ഷെയർ മീഡിയം. അതായത് ഒരു മീഡിയം ഒന്നിൽ കൂടുതൽ ആളുകൾ ഷെയർ ചെയ്തായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരാൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് കൊളിഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യും. കൊളിഷൻ ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ 1500 കൂടുതൽ ബൈറ്റ് ഒരാൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മറ്റൊരാൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് ഈ വലിയ ഡാറ്റ പോയി തീരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരാൾ ഒരു 10,000 ബൈറ്റുള്ള ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാൾ കുറേ സമയം എടുക്കും സെൻഡ് ചെയ്യാൻ. അപ്പോൾ അത്രയും സമയം ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് രണ്ടാമത്തെ കാരണങ്ങൾ. 2 കാരണങ്ങൾ ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മാക്കിൻ്റെ ഫ്രെയിമിന് മാക്സിമം ലെങ്ത് ലിമിറ്റേഷൻ ഉണ്ട്, മിനിമം ലെങ്ത് ലിമിറ്റേഷനും ഉണ്ട്. രണ്ടിൻ്റെയും കാരണങ്ങളാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഫ്രെയിം ലെങ്തിൻ്റെ ലിമിറ്റേഷൻ ഇങ്ങനെയാണ്. മിനിമം 64 ബൈറ്റ് വേണം, മാക്സിമം 1518 ബൈറ്റ് വേണം. ഇനി അഡ്രസ്സ്, മാക് ലെവലിൽ അഡ്രസ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. 48 ബിറ്റ് അഡ്രസ്സ്, 6 ബൈറ്റാണ്. 6 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 48 ബിറ്റാണ് അഡ്രസ്സിങ്. ആ അഡ്രസ്സ് എങ്ങനെ വരുമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ സ്റ്റേഷൻ ഓൺ ഈതർനെറ്റ് നെറ്റ്വർക്ക് സച്ച് ആസ് എ PC, വർക്ക് സ്റ്റേഷൻ ഓർ പ്രിൻ്റർ ഹാസ് ഇറ്റ്സ് ഓൺ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് NIC എന്ന് പറയുന്ന കാർഡിലാണ് ഈ മാക് അഡ്രസ്സ് അതിനാണ് മാക് അഡ്രസ്സ് ഉള്ളത്. ആ മാക് അഡ്രസ്സ് പെർമനൻ്റ് ആണ്, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഞാൻ നിങ്ങളുടെ എല്ലാ ഡിവൈസിനും, നെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസിനും ഒരു മാക് അഡ്രസ്സ് ഉണ്ടാവും. അത് അതിൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൻ്റെ അഡ്രസ്സാണ്. സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് വയേർഡ് കമ്മ്യൂണിക്കേഷനിലാണ്. വയർലെസ്സിൽ ഇതിൻ്റെ അത്ര അത്യാവശ്യം വരുന്നില്ല, കാരണം ബ്രോഡ്കാസ്റ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വരും പതുക്കെ. NIC fits inside the station and provides the station with a 6 byte physical address. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിന് 6 byte physical address ഉണ്ടാവും. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിംപ് ചെയ്ത ടൂളുണ്ട്, ക്രിംപ് ചെയ്ത ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഇതുണ്ടല്ലോ, ആ പ്ലഗ്, അത് കണക്ട് ചെയ്യുന്ന കാണാവോ? ഇതാണ് സാധനം. ഈ സാധനം കണക്ട് ചെയ്യുന്ന പോർട്ടിനാണ്, കണക്ട് ചെയ്യുന്ന കാർഡിനാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ആ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിനാണ് ഒരു യൂണീക്കായിട്ട് അഡ്രസ്സ് ഉള്ളത്. അപ്പോൾ അതിന് 6 ബൈറ്റ് അഡ്രസ്സ് ഉണ്ട്. 6 ബൈറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. 8 ബിറ്റ്. ആ 8 ബിറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ്, 4 ബിറ്റ് വീതം. 4 ബിറ്റ് വീതം സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു 4 ബിറ്റിൽ നമുക്ക് എത്ര ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും? 4 ബിറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എത്ര തൊട്ട് എത്ര വരെ റേഞ്ച് പറയാൻ പറ്റുമോ? 4 ബിറ്റിൽ സ്റ്റോർ ചെയ്യുന്ന പറയാൻ പറ്റുമോ? 4 ബിറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്
ഏ 0 തൊട്ട് 15 വരെയുള്ള 16 ഡിജിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് 16 ആണോ എന്നൊന്നും ചോദിക്കില്ല, ഇതൊക്കെ ഫൈനൽ ഇയർ കമ്പ്യൂട്ടർ ഡിപ്ലോമയാണ്. 2⁴ എന്ന് പറയുന്നത് 16 ആണ്. 0 തൊട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് 15 വരെയുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത്, ബേസ് 16 ആയിട്ടുള്ള നമ്പറിംഗ് സിസ്റ്റം. അപ്പോൾ ആ ബേസ് 16 ആയിട്ടുള്ള നമ്പറിംഗ് സിസ്റ്റത്തിൽ 0 തൊട്ട് 9 വരെയുള്ള 10 ഡിജിറ്റ്സും പിന്നീട് 11 പകരം A, 12 പകരം B, അങ്ങനെയാണ് പോകുന്നത്. 15 F എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ അങ്ങനെ ഒരു ആൽഫാബെറ്റ്, അപ്പം ഒരു ബൈറ്റിൽ 2 ഹെക്സാഡെസിമൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഒരു ബൈറ്റിൽ 8 ബിറ്റ് ഉണ്ട്. 8 ബിറ്റിൽ 4 വീതം 2 സെറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 4 ബിറ്റിൽ നമുക്ക് ഒരു ഹെക്സാഡെസിമൽ നമ്പർ സ്റ്റോർ ചെയ്യാം. അടുത്ത 4 ബിറ്റിൽ അടുത്ത ഹെക്സാഡെസിമൽ നമ്പർ സ്റ്റോർ ചെയ്യാം. അപ്പോൾ 6 ബൈറ്റിൽ 12 ഹെക്സാഡെസിമൽ നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ ബേസ് 16 ആയിട്ടുള്ള നമ്പറിംഗ് സിസ്റ്റമാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അഡ്രസ്സ് പല ടൈപ്പ് ഉണ്ടാവും. നമ്മുടെ നെറ്റ്വർക്കിലെ അഡ്രസ്സ് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മാക് അഡ്രസ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ മാക് അഡ്രസ്സ് 48 ബിറ്റ് ഉള്ള, അല്ലെങ്കിൽ 6 ബൈറ്റ്സ് ഉള്ള നമ്മുടെ, അല്ലെങ്കിൽ 12 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ഉള്ള നമ്മുടെ അഡ്രസ്സ്, മാക് അഡ്രസ്സ്. അത് എന്തിൻ്റെ അഡ്രസ്സാണ്? നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൻ്റെ അഡ്രസ്സാണ്. നമ്മുടെ ഈതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യുന്ന സ്ലോട്ടിൻ്റെ അഡ്രസ്സാണ് അത്. സോഴ്സ് അഡ്രസ് ഈസ് ഓൾവേസ് എ യൂണികാസ്റ്റ് അഡ്രസ്. സോഴ്സ് അഡ്രസ് ഈസ് ഓൾവേസ് എ യൂണികാസ്റ്റ് അഡ്രസ്. ദ ഫ്രെയിം കംസ് ഫ്രം ഓൺലി വൺ സ്റ്റേഷൻ. അതായത് സോഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് അയക്കുന്നത് എന്നുള്ളതിൻ്റെ അഡ്രസ്സാണ്. അത് എപ്പോഴും ഒരു അഡ്രസ്സേ എന്തായാലും കാണത്തുള്ളൂ. കാരണം ഒരു സ്റ്റേഷനിൽ നിന്നല്ല, 2 സ്റ്റേഷനിൽ നിന്ന് ഒന്നിച്ചൊരു ഡാറ്റ അയക്കാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും സോഴ്സ് അഡ്രസ്സ് ഒരു ഇതേ കാണത്തുള്ളൂ. ഡെസ്റ്റിനേഷൻ അഡ്രസ് ഹൗവർ ക്യാൻ ബി യൂണികാസ്റ്റ്, മൾട്ടികാസ്റ്റ് ഓർ ബ്രോഡ്കാസ്റ്റ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് യൂണികാസ്റ്റും മൾട്ടികാസ്റ്റും ബ്രോഡ്കാസ്റ്റും ആവാം. അപ്പോൾ അത് ഓരോന്നും എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് അറിയാം. നമുക്ക് IP അഡ്രസ്സിന് ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് 1, ക്ലാസ് 2 എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ മാക് അഡ്രസ്സിനും നമുക്ക് യൂണികാസ്റ്റും മൾട്ടികാസ്റ്റും ബ്രോഡ്കാസ്റ്റും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യൂണികാസ്റ്റ് അഡ്രസ്സ് ആണെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് ദ ഫസ്റ്റ് ബൈറ്റ്, ആദ്യത്തെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ 2 നമ്പറും കൂടെ ചേരുന്നതാണ്. ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ഈ 2 നമ്പറും കൂടെ ചേരുന്നതാണ് ആദ്യത്തെ ബൈറ്റ്. ഇത് 2ാമത്തെ ബൈറ്റ്, 3ാമത്തെ ബൈറ്റ്, 4ാമത്തെ ബൈറ്റ്, 5ാമത്തെ ബൈറ്റ്, 6ാമത്തെ ബൈറ്റ്, അങ്ങനെ 6 ബൈറ്റാണുള്ളത്. അപ്പം ഫസ്റ്റ് ബൈറ്റിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഈ A എന്ന് പറഞ്ഞാൽ, A എങ്ങനെയാണ്, Aയുടെ കറസ്പോണ്ടിങ് ബൈനറി എത്രയാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? Aയുടെ കറസ്പോണ്ടിങ് A എന്ന് പറഞ്ഞാൽ 10 ആണ്. 9 കഴിഞ്ഞ് 10 ആണ് A. 10ന് പകരമാണ് നമ്മൾ A എന്ന് എഴുതുന്നത്. അപ്പോൾ Aയുടെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എത്രയാണ്? 1010 ആണ്. 1010 ആണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ബിറ്റ് എത്രയാണ്? 0 ആണ് അല്ലേ? ലാസ്റ്റ് ബിറ്റ് 0 ആണ്. 1010, ആ 0 അവസാനത്തെ 0 ഇല്ലേ, അതാണ് പറഞ്ഞേക്കുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് ദ ഫസ്റ്റ് ബൈറ്റ് ഇൻ ഡെസ്റ്റിനേഷൻ അഡ്രസ്. ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ Aയുടെ ലാസ്റ്റ് ബിറ്റാണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറയുന്നത് 1010 ആണ്. അപ്പോൾ അത് 0. അപ്പോൾ ആ ബിറ്റ് 0 ആണെങ്കിൽ ദ അഡ്രസ് ഈസ് യൂണികാസ്റ്റ് എന്നാണ് പറയുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് മൾട്ടികാസ്റ്റ്. അപ്പോൾ ഈ ലാസ്റ്റ് നമ്പർ 0 വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ അത് എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 41 എന്നായിരുന്നെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എത്രയായിരുന്നു? 41 എന്ന് പറയുന്നത് 1ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എത്രയാണ്? 4 ഡിജിറ്റിൽ പറഞ്ഞാൽ, 4 ബൈനറി ഡിജിറ്റ്സിൽ പറഞ്ഞാൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാണ്? 0001 ആണ്. അപ്പോൾ ഫസ്റ്റ് ബൈറ്റിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണ്. അപ്പോൾ അത് യൂണികാസ്റ്റ് അല്ല അല്ലേ? അതുപോലെ 2 ആണെങ്കിൽ ലാസ്റ്റ് ബിറ്റ് 0 ആയിരിക്കും. അപ്പോൾ അത് യൂണികാസ്റ്റ് ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ യൂണികാസ്റ്റ് അല്ലായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും പോകുന്നത്. ക്ലിയർ ആണോ യൂണികാസ്റ്റ് എന്താണെന്നുള്ളത്? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ കാണാതെ ഒന്നും പഠിക്കേണ്ട. ആകെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ഇവിടെ രണ്ടാമത് വരുന്ന ആദ്യത്തെ ബൈറ്റിൽ രണ്ടാമത് എഴുതുന്ന ഹെക്സാഡെസിമൽ നമ്പർ ഈവൻ നമ്പർ കൊടുക്കുക. അതായത് 2, 4, 6, 8, 10 ഇല്ല, 10ന് പകരം A ആണ്. B ഇല്ല, C ആവും. D ഇല്ല, E ആവും. അതൊക്കെ ഈവൻ നമ്പറാണ്. അപ്പോൾ അതെല്ലാം യൂണികാസ്റ്റ് അഡ്രസ്സ് ആയിരിക്കും. യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒറ്റ NIC നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൻ്റെ അഡ്രസ്സാണ് അത്.
യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിളാണ്, അതായത് ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലേക്ക് മാത്രമാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഇൻ യൂണികാസ്റ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഡിഫൈൻസ് ഓൺലി വൺ റെസിപ്പിയൻറ്റ്, ഒറ്റ റെസിപ്പിയൻറ്റേ ഉള്ളൂ. ദ റിലേഷൻ ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ ഈസ് 1-to-1 റിലേഷനാണ്. അപ്പോൾ സെൻഡർ എപ്പോഴും സിംഗിൾ ആയിരിക്കും എന്ന് പറഞ്ഞു, കാരണം ഒരാളാണ് സെൻഡ് ചെയ്യുന്നത്. റിസീവറുടെ സൈഡിലും ഒറ്റയാൾക്ക് മാത്രമാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന് രണ്ടും 1-to-1 കറസ്പോണ്ടൻസ് ആണ്. നമ്മൾ സെറ്റിൽ പഠിച്ചിട്ടുള്ള 1-to-1 ആണ്. പിന്നെ മൾട്ടി കാസ്റ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മൾട്ടി കാസ്റ്റ് ആണ്. മൾട്ടി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതല്ലാതെ, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ബൈറ്റിൻ്റെ സെക്കൻഡ് ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ എന്നല്ല, അതിൻ്റെ ലാസ്റ്റ് ബിറ്റ് 1 ആണെങ്കിൽ അത് ഓഡ് നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് മൾട്ടി കാസ്റ്റ് ആണ്. അത് ഒന്നിൽ കൂടുതൽ സിസ്റ്റത്തിലേക്ക് അത് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവും. ഒന്നിൽ കൂടുതൽ സിസ്റ്റത്തിന് ഈ അഡ്രസ്സ് ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സെയിം അഡ്രസ്സ് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിനുണ്ടാവും. അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ സ്ഥലത്തേക്ക് അത് അയക്കുന്നുണ്ടാവും. ഇനിയുള്ളത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ്, ഇത് മൾട്ടി കാസ്റ്റ് ആണ്. മൾട്ടി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ചെല്ലും. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലാനിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസിലേക്കും നമുക്ക് ഡാറ്റാസ്, ഇപ്പം നമ്മുടെ കോളേജിൻ്റെ ഒരു ലാൻ എടുക്കുകയാണ്, നമ്മുടെ കോളേജിൻ്റെ ലാനിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസിലേക്കും നമുക്കൊരു ഡാറ്റ അയക്കണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്, FFFF ആണ്. FFFF എന്ന് പറഞ്ഞാൽ എല്ലാം 1 ആണ്, എല്ലാ ബിറ്റുകളും 1 ആയിരിക്കും. അപ്പോൾ അതാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. ഈ കേസിൽ നമുക്കിവിടെ ആദ്യത്തെ ബൈറ്റിൻ്റെ രണ്ടാമത്തെ ഹെക്സാഡെസിമലിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് F എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1111 ആണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതും എന്താണ്, ഇതൊരു സ്പെഷ്യൽ കേസ് ഓഫ് മൾട്ടി കാസ്റ്റ് ആണ്. മൾട്ടി കാസ്റ്റ് തന്നെയാണ്, കാരണം ഫസ്റ്റ് ബൈറ്റിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 വന്നു എന്ന് പറഞ്ഞാൽ അത് മൾട്ടി കാസ്റ്റ് അഡ്രസ്സാണ്. ഇതെല്ലാം 1 ആണെങ്കിൽ അതെന്ന് പറയുന്നത് ഇപ്പോൾ 48 വൺസ് ഉണ്ടാവും. എല്ലാ ബിറ്റും 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ ബിറ്റും 1 ആണെങ്കിൽ അത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സാണ്. അതായത് ഏത് ലാനിലേക്കാണോ സെൻഡ് ചെയ്യുന്നത്, ലാൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, IP അഡ്രസ്സ് വെച്ച് സെൻഡ് ചെയ്യും. ആ IP അഡ്രസ്സ് ഉള്ള ലാനിലെ എല്ലാ സിസ്റ്റത്തിലേക്കും ഇവനെ സെൻഡ് ചെയ്യും. ക്ലിയർ ആണോ? 3 ടൈപ്പ്: യൂണികാസ്റ്റ്, മൾട്ടികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ബ്രോഡ്കാസ്റ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് മൾട്ടികാസ്റ്റ് അഡ്രസ് ഇൻ വിച്ച് ഓൾ ബിറ്റ്സ് ആർ 1. അടുത്തത് സ്റ്റാൻഡേർഡ് ഈതർനെറ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഈതർനെറ്റ് എന്ന് പറയുന്നതാണ് ആദ്യം ഡെവലപ്പ് ചെയ്തത്. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഈതർനെറ്റിനകത്താണ് ഈ പറയുന്ന കാര്യങ്ങൾ, ഇതിനു മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങളും എല്ലാം വരുന്ന സ്റ്റാൻഡേർഡ് ഈതർനെറ്റിലാണ്. സ്റ്റാൻഡേർഡ് ഈതർനെറ്റിന് ആണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ അതിന് പല 1976 അത് ആദ്യം തുടങ്ങിയത്. പിന്നീട് അതിന് പല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ഈതർനെറ്റ്, ഗീഗാബിറ്റ് ഈതർനെറ്റ്, 10 ഗീഗാബിറ്റ് ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ് പല വേർഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ്, ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ഈതർനെറ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ഈതർനെറ്റ്, ഗീഗാബിറ്റ് ഒക്കെ വന്നിരുന്നു. പക്ഷേ നമ്മൾ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് ഈതർനെറ്റാണ്. സ്റ്റാൻഡേർഡ് ഈതർനെറ്റിനകത്ത് കോമൺ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന 4 രീതിയിലാണ് അത് ഇംപ്ലിമെൻറ്റ്. സ്റ്റാൻഡേർഡ് ഈതർനെറ്റ് എന്ന് പറയുന്നതിന് പല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആ പല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് 4 രീതിയിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് 10^5 എന്ന് പറയും, രണ്ടാമത്തേത് 10^2 എന്ന് പറയും, മൂന്നാമത്തേത് 10^T എന്ന് പറയും, നാലാമത്തേത് 10^F എന്ന് പറയും. അതിൽ ഈ പേര് കൊടുത്തിട്ടില്ലേ, ദ നോമൻക്ലേച്ചർ 10^X. ഇവിടെ നോക്കിയാൽ എല്ലാം 10 ആണ്. 10 ഇതിലെ നമ്പർ, അതായത് 10 എന്ന് പറയുന്ന ഡിജിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10 Mbps ആണ്. അതിൻ്റെ സ്പീഡിൽ നിന്നാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 10 Mbps സ്പീഡിലാണ് സ്റ്റാൻഡേർഡ്. അപ്പം ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, സ്റ്റാൻഡേർഡ് ഈതർനെറ്റിൻ്റെ ഏത് ടൈപ്പ് ആണെങ്കിലും 10 Mbps സ്പീഡാണ് അതിനുള്ളത്. രണ്ടാമത്തേത് ബേസ് എന്ന് പറയുന്നുണ്ട്. ബേസ് എന്ന് പറയുന്നത് ബേസ് ബാൻഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലാണ്. ബേസ് ബാൻഡ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഡിജിറ്റൽ സിഗ്നലാണ് ഇതിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ബേസ് എന്നുള്ള പേര് കൊടുത്തേക്കുന്നത്. 10 എന്നുള്ളത് കൊടുത്തേക്കുന്നത് എന്തിനാണ്, 10 Mbps ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എക്സ് എന്ന് പറയുന്നത്, പിന്നത്തെ എക്സ്, അത് 5 ഉണ്ട്, 2 ഉണ്ട്, T ഉണ്ട്, F ഉണ്ട്. എക്സ് അപ്രോക്സിമേറ്റ്ലി ഡിഫൈൻസ് ഐദർ ദ മാക്സിമം സൈസ് ഓഫ് ദ കേബിൾ, അതായത് കേബിളിന് എത്ര ലെങ്ത് വരാം. ഈ ബേസ് 5 എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് 100 മീറ്റേഴ്സാണ്. 5 എന്ന് പറഞ്ഞാൽ അപ്പം 5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 500 മീറ്റേഴ്സേ മാക്സിമം അതിൻ്റെ കേബിളിന് ലെങ്ത് പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കേസിൽ 2 ആണ്. 2നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 200 മീറ്ററേ അതിൻ്റെ കേബിളിന് മാക്സിമം ലെങ്ത് പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ലെങ്ത് 200 മീറ്ററേ പറ്റുള്ളൂ എന്നാണ്. 200 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ചെറിയൊരു ദൂരമാണ്.
ആ 200 മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റർ വെച്ചിട്ട് സിഗ്നൽ വീണ്ടും സ്ട്രെങ്ത് ചെയ്യണം. 200 മീറ്റർ കഴിയുമ്പോൾ അതിൻ്റെ സിഗ്നൽ ഇല്ലാതായി പോകുന്നു, കുറഞ്ഞു പോകും, സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിപ്പീറ്റർ വെച്ചിട്ട് വീണ്ടും അടുത്ത 200 മീറ്റർ കൊടുക്കണം. അങ്ങനെയാണ് മീറ്റർ ഓർ. അപ്പോൾ ഈ രണ്ട് കേസിലെ നമ്പർ പറയുന്നുള്ളൂ. പിന്നത്തെ രണ്ട് കേസിൽ അത് ആൽഫബറ്റ് ആണ് പറയുന്നത്. ഓർ ടൈപ്പ് ഓഫ് ദ കേബിൾ, ടൈപ്പ് അതായത് കേബിൾ യൂസ് ചെയ്യുന്ന എന്ത് ടൈപ്പാണ്, ട്വിസ്റ്റഡ് പെയർ ആണോ ഫൈബർ കേബിൾ ആണോ എന്നാണ് പറയുന്നത്. ടി എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് പെയർ കേബിളാണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫൈബർ ഒപ്റ്റിക് കേബിളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഇത് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് 4 ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തേത് 10/5 ആണ്, തിക്ക് ഈതർനെറ്റ് എന്ന് പറയും. 10/5 അല്ലെങ്കിൽ തിക്ക് ഈതർനെറ്റ്. അപ്പോൾ അതുണ്ട്. 10/5 പറഞ്ഞിട്ട് നിർത്താം. ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് കോൾഡ് 10/5 ഓർ തിക്ക് ഈതർനെറ്റ് എന്നാണ് അതിൻ്റെ പേര്, ഓർ തിക്ക് നെറ്റ് എന്നാണ്. ഈ തിക്ക് ഈതർനെറ്റ് അല്ലെങ്കിൽ തിക്ക് നെറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ യൂസ് ചെയ്യുന്ന കേബിൾ തിക്കായിട്ടുള്ള കേബിളാണ്. അതുകൊണ്ടാണ്. ദ നിക് നെയിം ഡിറൈവ്സ് ഫ്രം ദ സൈസ് ഓഫ് ദ കേബിൾ വിച്ച് ഈസ് റഫ്ലി ദ സൈസ് ഓഫ് എ ഗാർഡൻ ഹോസ്. നമ്മൾ ചെടി നനയ്ക്കാനായിട്ട് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഓസില്ലേ, അത്രയും വണ്ണമുള്ള കേബിളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് തിക്ക് ഈതർനെറ്റ് എന്ന് പറയുന്നത്. അത്രയും വണ്ണമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സാധാരണ കേബിളൊക്കെ കണ്ടാൽ നമുക്കറിയാം വളരെ ചെറിയ ഇങ്ങനെയുള്ള തീരെ വണ്ണം കുറഞ്ഞ കേബിളാണ്. പക്ഷേ ഇത് ആദ്യം യൂസ് ചെയ്തിരുന്നത് 10/5 യൂസ് ചെയ്തിരുന്നതിന് ഒരു ഗാർഡൻ ഹോസിൻ്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു, വണ്ണം ഉണ്ടായിരുന്നു. 10/5 ഇത് 5 ആണ് കേട്ടോ, എസ് അല്ല, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയത്. 10/5 വാസ് ദ ഫസ്റ്റ് ഈതർനെറ്റ് സ്പെസിഫിക്കേഷൻ ടു യൂസ് ബെസ്റ്റ് ടോപ്പോളജി. ഇത് ബെസ്റ്റ് ടോപ്പോളജിയാണ് യൂസ് ചെയ്തത്. ബെസ്റ്റ് ടോപ്പോളജി എന്താണെന്ന് നമുക്കറിയാം. ഒരു കോമൺ വയർ പോയിട്ടുണ്ടാവും, അതിൽ നിന്ന് പല സ്ഥലത്ത് കണക്ഷൻ എടുത്തിട്ടുണ്ടാവും. വിത്ത് ആൻ എക്സ്റ്റേണൽ ട്രാൻസീവർ. ഒരു എക്സ്റ്റേണൽ ട്രാൻസീവർ ഉണ്ട്. ട്രാൻസീവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും. റിസീവർ രണ്ടിൻ്റെയും കൂടെ, ട്രാൻസ്മിറ്ററും റിസീവറും രണ്ടും കൂടെ ഒന്നിച്ച് പറയുന്നതാണ് ട്രാൻസീവർ. കണക്റ്റഡ് വയ എ ടാപ്പ് ടു ദ. ടാപ്പ് എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ ബസ് കോമൺ ടോപ്പോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ ടോപ്പോളജിയിൽ ഒരു കമ്പ്യൂട്ടർ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ടാപ്പ് വെച്ചിട്ടാണ്. ടാപ്പ് എന്നാണ് ആ കണക്ടറിൻ്റെ പേര്. അപ്പോൾ ഒരു ട്രാൻസീവർ ഉണ്ട്, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന, ബസ് വഴി വരുന്ന ഡാറ്റ എടുക്കാനും പറ്റണം, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സെൻഡ് ചെയ്യുന്ന ഡാറ്റ സെൻഡ് ചെയ്യാനും പറ്റണം. ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്ന ഒരു ഡിവൈസ് ടാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ബസ് ടോപ്പോളജിയിൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്. The transceiver is responsible for transmitting, receiving and detecting collision. എന്തെങ്കിലും കൊളിഷൻ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനും CSMA CD-യിൽ ഞാൻ പറഞ്ഞു കൊളിഷൻ ഡിറ്റക്ട് ചെയ്യും. അതായത് ഈ മീഡിയം വേറൊരാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ട്രാൻസീവർ അത് നോക്കും, വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ആ സ്ലോട്ടിൽ സെൻഡ് ചെയ്യും. വേറെ ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Transceiver is connected to a station via a transceiver cable that provides separate path for sending and receiving. സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സെപ്പറേറ്റ് പാത്ത് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ട്രാൻസീവർ എന്ന് പറയുന്ന യൂണിറ്റ്. ടാപ്പ് ഇട്ടിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു വരയായിട്ട് കാണിച്ചെങ്കിൽ ഇതിനകത്ത് ഇൻറ്റേർണലി 2 വര ഉണ്ടാവും. ഒരെണ്ണം ഇവിടുന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാനും ഒരെണ്ണം ഇവിടുന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്യാനും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇത് ലെങ്ത് ഓഫ് ദ ഇത് 10/5 ആണ് പറഞ്ഞു. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 500 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇഫ് എ ലെങ്ത് ഓഫ് മോർ ദാൻ 500 മീറ്റേഴ്സ് ഈസ് നീഡഡ് അപ് ടു 5 സെഗ്മെൻറ്റ്സ് ഈച്ച് ഓഫ് മാക്സിമം 500 മീറ്റർ ക്യാൻ ബി കണക്റ്റഡ്. അതായത് ഈ കേസിൽ നമുക്ക് 500 മീറ്ററിൽ കൂടുതലുള്ള, 500 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്ററിൽ കൂടുതലുള്ള ഡിസ്റ്റൻസിൽ ഒരു ലാൻ നമുക്ക് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും റിപ്പീറ്റർ വെച്ചിട്ട് വീണ്ടും 500 മീറ്റർ ഇടാം. വീണ്ടും അത് കഴിയുമ്പോൾ ആ ലെങ്തും കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റർ വെച്ചിട്ട് 500 മീറ്റർ ഇടാം. പക്ഷേ അങ്ങനെ മാക്സിമം 5 എണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ. 5 എന്ന് പറഞ്ഞാൽ 500 മീറ്റർ ചെയ്ത് 5 എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്ററിൽ നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ വന്നാൽ അതിൻ്റെ സിഗ്നൽ വീക്കായി പോകും. അപ്പോൾ ട്രാൻസ്മിഷൻ നടക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. കേബിളുണ്ട്, നമ്മുടെ നേരത്തെ പഠിച്ച ബസ് ടോപ്പോളജിയിൽ കണക്ട് ചെയ്തേക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് ഉള്ള ഒരു ബേസ് കണക്ഷൻ നമുക്ക് എപ്പോഴും വേണം. നമ്മൾ ഫിസിക്കൽ ലെയർ, അതായത് IEEE സ്റ്റാൻഡേർഡ് അനുസരിച്ച്, IEEE 802.1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് ഫിസിക്കൽ ലെയറിലും ഡാറ്റ ലിങ്ക് ലെയറിലും എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫിസിക്കൽ ലെയറിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പഠിച്ചു. ഡാറ്റ ലിങ്ക് ലെയറിൽ എന്തൊക്കെയുണ്ടെന്നും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഫ്രെയിമിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഓരോന്നിൻ്റെയും ഫങ്ഷനാലിറ്റി എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഈതർനെറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത 4 മെത്തേഡുകളുണ്ട്. 4 രീതിയിൽ പണ്ട് സ്റ്റാൻഡേർഡ് ഈതർനെറ്റ്, അതായത് ഈ പറയുന്ന മാക് ലെയർ LLC ഒക്കെ ആയിട്ട് ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫിസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് 4 ടൈപ്പുണ്ട്. 4 ടൈപ്പ് ഫിസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇതിൻ്റെ കേബിളുകളും അതിൻ്റെ മാക്സിമം ലെങ്തും, അതായത് ഫിസിക്കൽ ലെവലിൽ അതിന് എന്ത് കേബിൾ യൂസ് ചെയ്തു, അതിന് മാക്സിമം എത്ര ലെങ്ത് പറ്റും, എത്ര Mbps കണക്ഷൻ വെച്ചു,
Mbps എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ്. ബിറ്റ്സ് പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 10 മെഗാ ബിറ്റ്സ് സെൻഡ് ചെയ്യാൻ പറ്റും ഒരു സെക്കൻഡിൽ. അതാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഈതർനെറ്റിൻ്റെ എല്ലാ ഫിസിക്കലി യൂസ് ചെയ്ത എല്ലാ കേബിളിൻ്റെയും സ്പീഡ് എന്ന് പറയുന്നത് 10 Mbps ആയിരുന്നു. പല കേബിളുകൾ യൂസ് ചെയ്തു, അതിനനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നെങ്കിൽ സ്പീഡ് എല്ലാത്തിലും സ്റ്റാൻഡേർഡ് ഈതർനെറ്റിൽ സെയിം ആയിരുന്നു. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.